അപ്പോഴേ സംഭവ സ്ഥലങ്ങളിൽ ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും വികാരിച്ചിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ കണ്ട് മനസ്സിലാക്കി നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഞാൻ തഹസിൽദാരുമായിട്ട് സംസാരിച്ചു. കളക്ടറും ഈ സ്ഥലം വന്ന് കണ്ടിരുന്നു. ഇവിടുത്തെ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കും. അതിനായിട്ട് പഞ്ചായത്തും അതുപോലെ കൃഷി വകുപ്പും അതുപോലെ തന്നെ വില്ലേജും ചേർന്ന് റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് നൽകുന്ന കാര്യം വേഗത്തിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ തഹസിൽദാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഗവൺമെൻറ് അതിനെ സംബന്ധിച്ചുള്ള സഹായ പരിപാടികൾ ആവിഷ്കരിക്കും, നടപ്പിലാക്കും. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് വീട് നഷ്ടപ്പെട്ടവർക്ക്, സ്ഥലം നഷ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്ന സഹായ പദ്ധതിയെക്കുറിച്ച് ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കളക്ടറോടും റവന്യൂ അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അതിനാവശ്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അപേക്ഷകളും ഞാൻ അത് ഗവൺമെൻറ്റിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് കൈമാറിക്കൊണ്ട് മുഖ്യമന്ത്രിയായിട്ടും റവന്യൂ മന്ത്രിയുമായിട്ടും ഈ കാര്യത്തിൽ സംസാരിക്കും. റോഡിൻ്റെ നാശനഷ്ടം പരിഹരിക്കാൻ മരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടും. എംഎൽഎയോട് മാത്രമായും എംഎൽഎ ഉൾപ്പെടെ വരുമ്പോൾ ചെറുപുഴയിലെ നാശനഷ്ടങ്ങളുടെ വലിയ ഗൗരവ സ്വഭാവം ഞാൻ ഗവൺമെൻറ്